നമസ്കാരം. 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 എൻ്റെ പേര് പട്ടൻസ് ബ്രിട്ടോ. എല്ലാരും അങ്ങനെ വിളിക്കണേ എന്നെ. അതെന്താ അങ്ങനെ വിളിക്കുന്നത്? അതെന്താന്ന് വെച്ചാലേ ചേട്ടന്റെ നാട്ടുകാരെല്ലാരും തുണി തേക്കാൻ വേണ്ടി കൊടുക്കുവേ. ചേട്ടൻ എല്ലാം തുണി അങ്ങ് കരിച്ചിട്ട് ബട്ടൺസ് മാത്രമേ തിരിച്ചു കൊടുക്കത്തുള്ളൂ. നന്നായിട്ട് എനിക്കിത് മാത്രമല്ല അറിയാമുള്ളൂ. ഞാൻ ഈ ഫാഷൻ ഡിസൈനറാണ്. സിനിമയ്ക്ക് വേണ്ടി കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ട്. ഏത് സിനിമയ്ക്ക് വേണ്ടി? ബാഹുബലി. ബാഹുബലിയാ? ബാഹുബലി നിങ്ങളുടെ പേരൊന്നും ബ്രിട്ടോ എന്നുള്ള വരില്ല, സാധനം വരില്ല. എന്താന്ന് വെച്ചാല് ഞാൻ ഈ സിനിമ പകുതിയായി തുടങ്ങിയപ്പോഴേ എനിക്കൊരു പ്രശ്നം കശപിശം മണത്തു. മണത്തതിന് ശേഷം തുടരാനും പിടിക്കാനൊക്കെ അങ്ങ് പുള്ളി പൈസ തരാതിരിക്കാൻ വേണ്ടി ബഹളം വെക്കുന്ന പോലെ ഒരു സംഭവം. ഞാൻ വിടുവോ? ഞാൻ സിനിമയുടെ ഹാഫ് ടൈം നോക്കുമ്പോൾ മനസ്സിലാവും ബാഹുബലി കട്ടപ്പയുടെ താടിക്കൊരു കട്ടിക്കുറവ്. അത് കട്ടിക്കുറവ് എന്താ സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര ഇടിയായിരുന്നു. സംവിധാനമായിട്ട് ഞാനങ്ങ് കയറി അങ്ങ് ഉടക്കി കളഞ്ഞു. അളിയും കയറി ഉടക്കി. അതിന്റെ ഇടയിൽ കട്ടപ്പ വന്ന് കട്ടപ്പയുടെ താടി വലിച്ചു കുറച്ചു. എനിക്ക് ദേഷ്യം വന്നിട്ട് എന്നെ ഈ രീതിയിലല്ല ഞാൻ ദേഷ്യം വന്നിട്ട് വേറെ ലെവല ഞാൻ. അങ്ങനെ അവനെ പുള്ളിനെ ഞാൻ തട്ടി വിട്ടതിന് ശേഷം പുള്ളി കട്ടപ്പ ഞാൻ നോക്കുമ്പോഴത്തേക്ക് വാൾ ഊരിക്കൊണ്ട് ഓടി വരിക. എന്നെ കുത്തലും ബാഹുബലി കയറി കുത്തലേ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കലും ബാക്കിന്ന് കുത്തലും ഒപ്പമായിരുന്നു. തൊട്ടിപ്പുറ ഞാൻ നിൽപ്പുണ്ടായിരുന്നു. ഈ സാധനം വാനിഷിങ് എന്താ സാധനത്തിന് പേര്? ഗ്രാഫിക്സിലൂടെ എന്നെ മാറ്റുകയായിരുന്നു സംഭവം. സംവിധായകൻ ലാസ്റ്റ് പള്ളിന്ന് ഞങ്ങളുടെ പള്ളി കമ്മിറ്റിന്ന് ആളെ വിട്ടിട്ട് അവിടെ നിന്ന് മൗലവി ഇടപെട്ടിട്ടാണ് ഈ കേസ് തീർത്തത്. മൗലവി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു മൗലവി കേൾക്കണമല്ലോ. രാജമൗലവി. പേര് പോലും അറിയാൻ പാടില്ല. രാജമൗലവി അല്ല, രാജമൗലി. ഞങ്ങളോട്ട് വർക്ക് ചെയ്തത് ഞങ്ങളെക്കാളും വെച്ച് നിശ്ചയമാണ്. നേരിട്ട് കാണാത്ത നിങ്ങള്. ഇത് വൈഫിന്റെ ആങ്ങളാ. ഇത് വൈഫിന്റെ ആങ്ങളാ. അളിയനാണ്. ഒന്നിച്ചാണോ? ഞങ്ങൾ ഒന്നിച്ചു പറ്റൊന്നുമല്ല. ഞാൻ വർക്ക് ചെയ്ത് കാശ് ഉണ്ടാക്കും, ഇവര് നശിപ്പിക്കും. എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഇങ്ങനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയെടുക്കുക, നമ്മളെ കൊണ്ട് തൊടിക്കൂല. എന്നിട്ട് പുള്ളി ഒറ്റക്ക് പണിയെടുക്കുക. എന്നിട്ട് വൈകുന്നേരം ആവുമ്പോ വെള്ളം അടിച്ചു വന്നിട്ട് എന്റെ പെങ്ങളെ തല്ല. ഞാനത് ചോദിക്കാൻ 10 രൂപ തൊട്ട് എന്നെ പറഞ്ഞു കൊടുക്കും. ഞാൻ 10 രൂപ കൊടുത്ത ഇവനപ്പ പോയി ചായ കുടിക്കും. എന്ത് പണിയാണ് ഈ പെണ്ണുങ്ങളെ തല്ലാൻ പാടില്ലെന്ന് അറിയാൻ പാടില്ലേ? അതാ പെണ്ണുങ്ങളെ തല്ലി എന്താ കുഴപ്പം? ഒരിക്കലും നമ്മൾ പെണ്ണുങ്ങളെ തല്ലരുത്. പ്രത്യേകിച്ച് ഈ പുരുഷന്മാരുടെ വാരിയിലുകൊണ്ടാണ് സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ബഹുമാനം കാണിക്കണം. നമ്മുടെ വാരിയിൽ എടുത്തിട്ടാണ് അവരെ. അതെ അതെ അതെ. അപ്പോ അവരുടെ വാരിയിൽ നോക്കി തന്നെ ഇരിക്കുന്ന ശരിയാണോ? അത് ശരി. നമ്മുടെ ഉള്ളിലെ സാധനം കൊടുത്ത് അവരെ സൃഷ്ടിച്ചിട്ട് അപ്പൊ സംഭവം നമ്മുടെ പ്രോപ്പർട്ടിയാണ്. അതെ. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടി നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് തല്ല. നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടിയാ. ഞാൻ തന്നെ കൊടുത്തു. ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തോളൂല്ലോ. എടി ഇത് ഞാൻ പറഞ്ഞല്ലേ, ചരിത്രം പറഞ്ഞ ബൈബിളിൽ പറഞ്ഞേക്കണത്. ചരിത്രം പറഞ്ഞു പോടുന്നു. എന്തിനാ നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കണേ? എന്റെ പൊന്ന് സാറേ, ഇത് ഞാനല്ല പ്രശ്നം ഉണ്ടാക്കണേ. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നം. എങ്ങോട്ട് തിരിഞ്ഞാലും ഇവളുണ്ടല്ലോ, തൊട്ടതിനും പിടിച്ചതിനൊക്കെ പ്രശ്നമാണ് സാറേ. എന്താ ചേച്ചി, തൊട്ടതിനും പിടിച്ചതിനൊക്കെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഒരു കുടുംബമല്ലേ? തൊട്ടതിനും പിടിച്ചോണ്ട് ഞാൻ പ്രശ്നം ഉണ്ടാക്കണ്ടെന്നാന്നോ ഈ പറയുന്നത്? പാല് മേടിക്കാൻ വെറുതെ പെങ്കൊച്ചിനെ കയറി തൊടുകയും പിടിക്കുകയും ചെയ്താൽ പിന്നെ ഞാൻ പ്രശ്നം ഉണ്ടാക്കണ്ടായി നോക്കിക്കൊണ്ട് നിൽക്കണോ ഞാൻ? അങ്ങനത്തെ തൊട്ടും പിടിച്ചതല്ലേ? അതാണ് ഇതിന്റെ കയ്യിലിരിപ്പ്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഈ കൂടെ വന്നത്. സാറന്മാർക്ക് വേറൊരു കാര്യം അറിയോ? ഞങ്ങൾക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ അറിയാം. അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. തൊടിക്കത്തില്ല സാറേ. തൊടിക്കാൻ എങ്ങനെ പറ്റും? ഇവർക്ക് ശാസ്ത്രീയമായിട്ട് ഈ സാധനം അറിയില്ല. ഇത് ബ്ലഡിനകത്ത് വേണം, ബ്ലഡിനകത്ത്. അതെ, എന്റെ ഒരു സാരി ഉണ്ട്, ഒന്ന് എന്റെ വൈഫിന്റെ. ഒന്ന് തേച്ച് തരണം. തരാം. നിങ്ങൾ വരൂ സാറേ. ഇവർക്ക് അതിന്റെ ABCD ഈ പെട്ടിയുടെ ഗീറോ എങ്ങോട്ടാന്ന് അവർക്ക് അറിയില്ല. ബട്ടൺ സ്പ്ലിട്ടോ അതെ, അവര് അങ്ങോട്ട് ചെയ്യട്ടെ. ഇനി അവർ ചെയ്തിട്ട് എന്തെങ്കിലും നഷ്ടം വന്നാലും ഞാനങ്ങ് സഹിച്ചു. എന്റെ ഭാര്യയുടെ ഭാര്യയല്ലേ. ഒരു തുണി എന്ന് പറയുന്നത് ഒരു അന്നമാണ്. അളിയനെ ഇത്രയും കാലം തേച്ചുണ്ടാക്കിയത് നമുക്കറിയാം. ഇനി ഞങ്ങള് കാണിക്കട്ടെ. ഞങ്ങൾക്ക് ഒരു അവസരം എന്താ? ഇവിടെ പിടിക്കുക ചേച്ചി, പിടിച്ചേ. അതെ, ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. സെന്റർ പിടിച്ചേ. വലിക്കടാ. പഴയ സാരിയായിരുന്നോ? പഴയതായിരുന്നു. അതാണ്. അത് നല്ല വില കൂടിയ സാരിയല്ലേ? പിന്നെ വില ഇല്ലാത്ത സാരി. 5 പേരും സാരി. ഇതോ? എനിക്കത് സന്തോഷമായി കേട്ടോ. കീറി കളഞ്ഞോ. പണി അറിയാമെന്ന് സാറല്ലേ പറഞ്ഞേ. പണി അറിയാം, അവര് ചെയ്യട്ടെ, അവർക്ക് പൈസ ഉണ്ടാവട്ടെ എന്ന്. നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനം. അല്ല, നിങ്ങളുടെ വൈഫല്ലേ ഇത്? എന്റെ വൈഫാണ്. നിങ്ങളുടെ വൈഫാണ്. നിങ്ങളുടെ വൈഫ് ഈ സാരി പിടിച്ചാൽ ഒരു പോർഷൻ നിങ്ങളുടെ വൈഫല്ലേ, നിങ്ങളുടെ വൈഫിന്റെ കയ്യിലല്ലായിരുന്നോ? അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങളും കൂടിയാണ്. വാരിയെടുത്ത് ഇവരെ സൃഷ്ടിച്ചു എന്നുള്ളത് നേരാണ്. സാരിയുമായിട്ട് ഒരു ബന്ധവും എനിക്ക് അവർ തമ്മിലില്ല. ഉള്ള കാര്യം വേണ്ട. കൊടുക്കാം, പൈസ കൊടുക്കാം. പൈസ കൊടുക്കും. നീ
സത്യമായിട്ട് ഇത് പഴയ സാരി അല്ലായിരുന്നോ സാറേ? എന്തിനാ സാറേ ഞങ്ങളെ പറ്റിച്ചേ? സാറേ ഇപ്പൊ എന്തായാലും ഞാനിത് ചെയ്തു പോയി. ഇതിന്റെ നഷ്ടപരിഹാരം എന്റെ ഭാര്യ, അതുകൊണ്ട് ഞാനങ്ങ് തന്നേക്കാം. അത് ന്യായം, അത് ന്യായം. അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ. ഇത് മാത്രമല്ല, എനിക്ക് പടമൊക്കെ കോസ്റ്റ്യൂം ചെയ്യണ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ പുള്ളി പ്രൊഡ്യൂസറാണ്, നിങ്ങൾ രണ്ടും ഡയറക്ടറാണ്. സാറിന്റെ അടുത്ത പടത്തിലേക്ക് എനിക്കൊരു സിനിമയിൽ കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് അവസരം തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ സംഭവം പണി ചെയ്ത് തീർത്തോളാം. ഈ സാരിയുടെ പൈസ മറ്റേ നിങ്ങൾക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ കുറച്ചോളാം. ഈ അഡ്വാൻസ് ഇപ്പം എന്താ വെച്ചാൽ തന്നാ മതി. അതെ, ഇപ്പൊ സാരിയെ പോയിട്ടുള്ളൂ. ഇനി അതും കൂടി ഒരു പടം കൊടുത്തിട്ട് ആ പടത്തിന്റെ ആ പ്രൊഡ്യൂസർക്ക് വലിയൊരു നഷ്ടം വരുത്തി വെച്ച് ആ പടം കൂടി കൊളവാക്കണോ? വേണ്ട പടം കേട്ടോ, സാരിയല്ലേ പോയത്. ബാഹുബലി സിനിമയിലേക്ക് പോരാ, എന്താന്നല്ല ഈ ലോകത്താരുടെ സിനിമയിലേക്ക് പോരാ. അല്ലെ, ബാഹുബലി ഹിറ്റാക്കിയ ഒരു ആളാണ് നിങ്ങൾ. രാജമൗലിയെ കയറി മൗലവി എന്ന് വിളിക്കുന്ന ആളാ. പടമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോ ഒന്ന് ഓർത്തക്കണേ. പിന്നെ ഓർക്കണ്ടിരിക്കില്ല. എന്നാലും ഇതൊരു പഴയ സാരി ആയിരുന്നു അല്ലേ? പഴയ സാരി പഴയതായിരുന്നു, നമ്മുടെ കുഴപ്പമില്ല. കുഴപ്പമല്ല, ശരിക്കും ഞങ്ങളുടെ കുഴപ്പമല്ല. അങ്ങനെ വരാൻ വഴിയില്ല.